സംസ്ഥാന ബജറ്റിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾക്ക് 257.81 കോടി രൂപയാണ് നീക്കിവെച്ചത്. നോർക്കയുടെ പ്രവർത്തനങ്ങൾക്കുള്ള 143.81 കോടി രൂപയാണ് ഉയർന്ന വിഹിതം. തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സ്വയം തൊഴിൽ പദ്ധതിക്കായി 25 കോടിയും പുനരധിവാസ പദ്ധതികളുടെ ഏകോപനത്തിന് 44 കോടിയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. എന്നാൽ വിമാനക്കൊള്ളയിൽ നിന്നും രക്ഷിക്കാനുള്ള ചാർട്ടേഡ് വിമാനം, വിദേശത്ത് വെച്ച് മരിക്കുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സഹായം, പ്രവാസി ക്ഷേമ പെൻഷൻ വർധന തുടങ്ങിയ ആവശ്യങ്ങളെക്കുറിച്ചൊന്നും ബജറ്റിൽ പരാമർശമില്ല. ജീവിതഭാരവും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളും കൊണ്ട് ഏറെ പൊറുതിമുട്ടി നിൽക്കുന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുനരധിവാസത്തിനും അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയാലുള്ള മറ്റ് തൊഴിൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു പരിഗണനയും കൊടുക്കാത്ത ബഡ്ജറ്റ്. സീസൺ ടൈമിൽ ചാർട്ടർ ഫ്ലൈറ്റ് തുടങ്ങും എന്ന് പറയുകയും ലക്ഷങ്ങൾ മാറ്റിവെച്ചെന്ന് പ്രഖ്യാപിക്കുകയും ഉണ്ടായി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ചാർട്ടർ ഫ്ലൈറ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പോലും ധനകാര്യ വകുപ്പിന് സാധിച്ചില്ല എന്നത് വളരെ ഏറെ ഖേദകരമാണ്. ഭരണപക്ഷ പ്രവാസി സംഘടനാ പ്രതിനിധികൾ ഈ വിമർശനങ്ങളെയെല്ലാം തള്ളുന്നു. പ്രവാസികൾക്ക് ഏറ്റവും മികച്ച പരിഗണന ലഭിച്ച ബജറ്റെന്നാണ് സംഘടനാ പ്രതിനിധികളുടെ പ്രതികരണം. പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റാണ് ശ്രീ കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. നോർക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 143 കോടി രൂപ, തിരിച്ചെത്തുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി പുനരധിവാസ പദ്ധതികൾക്കായി ഏകദേശം 69 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ചികിത്സാ, മരണാനന്തര സഹായം എന്നിവയ്ക്കുള്ള സാന്ത്വനം പദ്ധതിക്ക് 33 കോടിയും വെൽഫെയർ ബോർഡ് വഴിയുള്ള ക്ഷേമ പദ്ധതിക്ക് 12 കോടിയുമാണ് ബജറ്റിൽ നീക്കിവെച്ചത്. അതേസമയം വിദ്യാഭ്യാസം, വിനോദം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വകാര്യ നിക്ഷേപം സ്വാഗതം ചെയ്യാനുള്ള തീരുമാനം സമ്പന്നരായ പ്രവാസികളുടെ നിക്ഷേപം കേരളത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.